ശാരീരികവും മാനസികവും ആത്മീകമായി ദൈവമായ കർത്താവ് നമ്മെ സൂക്ഷിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലരും ശാരീരികമാകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എങ്കിലും കർത്താവ് ആശ്വാസവും ബലവും ഒക്കെ കൊടുത്തത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ സഹോദരൻ ജോമോൻ കഴിഞ്ഞ ദിവസം അവരുടെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. സൗഖ്യത്തോടുകൂടെ താൻ ആയിരിക്കുന്നു. വരും ദിവസങ്ങൾ ദൈവം അനുവദിച്ചാൽ നമ്മോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഞായറാഴ്ച തൊട്ട് പാസ്റ്റേ ഞാൻ വരികയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരീരത്തിന്റെ ശാരീരിക അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കടന്നു വന്നാൽ മതി. സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം പറയുവാനിടയായി തീർന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു. ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ ദൈവം സാവകാശം ഒരുക്കി. ഞങ്ങളെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വലിയൊരു അപകടം പ്രിയ ഷോണിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അവനെ സൂക്ഷിച്ചു. കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് പോകുന്ന ബസ് ഇവിടെ നിന്ന് വട്ടമ്പലത്ത് നിന്ന് കയറി 55-ലെത്തിയപ്പോൾ അത് മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ച് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി. എങ്കിലും പ്രിയ ഷോണിനെ ദൈവം സൂക്ഷിച്ചു. അവിടുന്ന് ഇറങ്ങി അടുത്ത ബസ്സിന് കയറി അമ്മിണിക്കാട് എത്തിയപ്പോൾ ആ ബസ് അമ്മിണിക്കാട് സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു. ദൈവം അതിൽ നിന്നും വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ചില പ്രിയപ്പെട്ടവർക്കൊക്കെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സൂക്ഷിപ്പിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി സുഖമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം സൗഖ്യം വിടുതലും നൽകട്ടെ. കഴിഞ്ഞ ഒരാഴ്ച നമ്മെ അപകടത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച നമ്മുടെ കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി നൽകി തന്ന ഈ വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുകയും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ നമ്മുടെ അധരങ്ങൾ വിട്ടുകൊടുക്കുവാനിടയായി തീരണം. സ്തോത്രം. ഹൃദയത്തിൽ ഒത്തിരി ഭാരങ്ങളും ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ ആയിട്ടാണ് ഒരുപക്ഷെ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഹൃദയം തുറന്നും സന്തോഷത്തോടെ ദൈവസന്നദ്ധയിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാനിടയായി തീരണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാനുള്ള ഒരു ചാല് നമ്മൾ തുറന്നു കൊടുക്കുവാനിടയായി തീരണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 122-ാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 122-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം ആരംഭിക്കുന്നത് വളരെ എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവരെ എന്നോട് എന്ത് ചെയ്തു പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കാൻ മടിയുള്ള ഒരാളോ ആലയത്തിലേക്ക് പോകാൻ മടിയുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളോ അല്ല ദാവീദ്. എന്നാലും തന്റെ കൂടെയുള്ള കൂട്ടുകാരും സ്നേഹിതന്മാരും പറയുകയാണ്, നമുക്ക് എങ്ങോട്ട് പോകാം? ആലയത്തിലേക്ക് പോകാം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആശ്വാസം കണ്ടെത്തുവാനുള്ള ഒരു ഇടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പാദപീഠമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കി, ഇവിടെ പറയട്ടെ, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. നീ പോയിട്ട് വരാനല്ല പറയുന്നത്.
അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ എന്നല്ല ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് പോകാം. സ്തോത്രം. ഇതത്ര അനുഗ്രഹമുള്ള അനുഭവമാണെന്നറിയാമോ? യോശുവ പറയുകയാണ്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ എന്ത് ചെയ്യും? യഹോവയെ സേവിക്കും. സ്തോത്രം. ആമേൻ. ഒരാളെ പറഞ്ഞു വിട്ട് മറ്റൊരാള് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന ഒരവസ്ഥയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്ത് ചെയ്യാം? ഒന്ന് പോകാം. സ്തോത്രം. പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ ഹൃദയം എന്ത് ചെയ്തു? സന്തോഷിച്ചു. സ്തോത്രം. യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണുവാനും അവന്റെ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിപ്പാനും എന്ന വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ നോക്കിയേ, കൂട്ടുകാര് തന്നോട് പറയുകയാണ്, നമുക്ക് ആലയത്തിലേക്കൊന്ന് പോയി കർത്താവിനെ ഒന്ന് ആരാധിക്കാം, കർത്താവിനെ ഒന്ന് സ്തുതിക്കാം, അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയുവാനിടയായി തീർന്നു. ഉത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം സ്നേഹിതന്മാർ, തന്നോടുകൂടെയുള്ള തന്റെ കൂട്ടുകാരും തന്റെ സ്നേഹിതന്മാരും തന്നെ ആലയത്തിലേക്ക് പോകാൻ നിർബന്ധിക്കുകയും ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ തന്നോടുകൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഈ വാക്യവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നമുക്കൊന്ന് പഠനത്തിന് വിധേയമാക്കിയാൽ നമുക്കിങ്ങനെ ചിന്തിക്കാം. ആത്മീയ കാര്യങ്ങളോട് വിരക്തി കാണിക്കുന്ന, ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ലാതുള്ള ഒട്ടനവധി ആളുകളെ നമുക്ക് പരിചയമുണ്ടാകാം. അവരെ ഉത്സാഹിപ്പിക്കുവാൻ ഈ വചനം നമ്മോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ബാക്കിയുള്ള തിങ്കളാഴ്ച മുതല് ശനിയാഴ്ച വരെയുള്ള 6 ദിവസവും എല്ലാത്തിനും എന്താണ്? ഉത്സാഹമുള്ളവരാ. ടൗണിൽ പോണോ ടൗണിൽ പോകാം. സ്തോത്രം. കോഴിക്കോട് പോണെങ്കിൽ കോഴിക്കോട് പോകും. സ്തോത്രം. പാലക്കാട് വേണമെങ്കിൽ പാലക്കാട് പോകും. എല്ലാത്തിനും നമുക്ക് ആരോഗ്യമുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ ആരാധന ദിവസം വരുമ്പോൾ അന്നില്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാകും. സ്തോത്രം. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, ശരിയല്ലേ? മറ്റേ ഇനിയിപ്പോ ഒരു കല്യാണമാണ് വരുന്നതെങ്കിൽ എത്ര വയ്യാങ്കിലും അവര് വിളിച്ചല്ലേ, പോകാതിരിക്കാൻ പറ്റൂ? നമ്മൾ പോകും. അടിയന്തരമാണെങ്കിൽ ഇവിടെ അങ്ങനെ പോകുന്നവരില്ലെന്ന് കരുതുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആത്മീയ കാര്യങ്ങളോട് നമുക്ക് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് നമ്മൾ ഗുഡ് ബൈ പറയണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇല്ല എങ്കിൽ പിന്നത്തേതിൽ നമ്മുടെ ചെയറിൽ നമ്മൾ ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ ഹിതമുള്ളവരെ ദൈവത്തിന്റെ ആലയത്തിൽ വരികയുള്ളൂ. സ്തോത്രം. ദൈവഹിതമുള്ളവരും ദൈവത്തിന്റെ ആലോചന കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരും ദൈവത്തോട് കൂടെ നടക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരുമാണ് ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ എന്തുണ്ടായി? വലിയ സന്തോഷമുണ്ടായി. ആരാധന ഇടത്ത് വരുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാകണം. ഇവിടെയും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെ ചെന്നാൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും? നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്ന ഒരിടമാണ് ദൈവത്തിന്റെ പാദപീഠം. ഒന്നാമത് നാം ചെല്ലുന്ന ഇടത്ത്, നാം പ്രാർത്ഥിക്കുന്ന ഇടത്ത് ദൈവമുണ്ടെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുവാനിടയായി തീരണം. ദൈവമുണ്ടെന്നും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നും ദൈവം എന്റെ ആരാധന ശ്രവിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാകുവാനിടയായി തീരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്താട്ടെ, 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം.
വംശങ്ങളും ചെന്ന് അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, വരുവീൻ, നമുക്ക് നമുക്ക് യഹോവയുടെ യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ യാക്കോബിൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു ഉപദേശിച്ചു തരികയും തരികയും നാം അവന്റെ പാതകളിൽ നാം അവന്റെ പാതകളിൽ നടക്കുകയും നടക്കുകയും ചെയ്യുമെന്ന് പറയും. അടുത്തത് സിയോനിൽ നിന്ന് സിയോനിൽ നിന്ന് ഉപദേശവും ഉപദേശവും യെരൂശലേമിൽ യെരുശലേമിൽ നിന്ന് നിന്ന് യഹോവയുടെ വചനവും യഹോവയുടെ വചനവും പുറപ്പെടും. പുറപ്പെടും. എന്തിനാണ് ആലയത്തിൽ ചെല്ലുന്നത്? അവിടെ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ഉപദേശം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരിടമെന്ന് പറയുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ആമൻ അവിടെ എന്തൊക്കെയുണ്ട്? ആമൻ യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവിടെ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരും. ദൈവത്തിന്റെ വചനം ഉപദേശിച്ചു തരുന്ന ഒരിടം എവിടെയാണ്? ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തിലാണ് അത് ഉള്ളത്. വേറെ എവിടെ ചെന്നാലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തിലുള്ള മറ്റ് ഇടങ്ങളിലൊക്കെ ലോകപരമായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രമേ മുഴങ്ങി കേൾക്കുകയുള്ളൂ. ആമേ ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ വലിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യുക? അടുത്ത മാസം അല്ലേ ആമേ നടക്കാൻ പോവുകയാണ്. അതിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ എന്ത് ചെയ്യുക? പാർട്ടിക്കാരൊക്കെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുകയാ. ചില ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപേ ആമേ നമ്മുടെ റോഡ് സൈഡിലൂടെ ആ ബാനറുകളൊക്കെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആമേ അനൗൺസ്മെന്റ് ചെയ്തു പോകുന്ന വാഹനങ്ങൾ നമുക്ക് കേൾക്കാം. ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാനുള്ള ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ആമേ സമൂഹത്തിലേക്ക് ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആമേ ലോകത്തിന്റെ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരിടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കൾ കൂടി വരുന്നിടമാണ്. സ്തോത്രം. ദൈവത്തിന്റെ വഴി ആമേ മനസ്സിലാക്കി കൊടുക്കുന്നതും ദൈവത്തിന്റെ സന്നദ്ധിയാണ്. അതുകൊണ്ട് പ്രവാചകൻ ഇവിടെ പറയുകയാണ്, അവന്റെ വഴികളിൽ എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും. എന്തിനാ നമുക്ക് വഴി ഉപദേശിച്ചു തരുന്നത്? ആ വഴിയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നടക്കാൻ വേണ്ടിയിട്ടാ. നമുക്ക് ഉപദേശമൊന്നും അത്ര എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. ആമേൻ. യേശുവിന്റെ അടുക്കൽ നിന്ന ശിഷ്യന്മാര് പറഞ്ഞു, നിന്റെ ഉപദേശം ഇത്ര കഠിനമായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിന്നെ വിട്ടു പോകുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, തന്നോട് കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും എന്ത് ചെയ്യാം? എന്നെ വിട്ടിട്ട് പോകാം. അപ്പൊ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? നിന്നിൽ ജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടെന്ന് ആമ ശിഷ്യന്മാരിൽ ഒരുവൻ തിരിച്ചറിഞ്ഞ് അത് പറയുവാനിടയായി തീർന്നു. പ്രൈസലോ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം പിന്മാറിപ്പോയിട്ടുള്ളവരുടെ അവസ്ഥകളൊക്കെ വളരെ പരിതാപകരമാണ്. സ്തോത്രം. ആമൻ. ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരെ പോലെ ആമൻ അവസ്ഥകൾ ആമൻ അവരിൽ നിന്ന് മാറിപ്പോകുകയാണ്. ആമൻ. ദൈവിക അനുഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ഈ സമൂഹത്തിൽ അവർ മാറ്റപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എങ്ങനെ മുൻപോട്ട് പോകുമെന്നൊക്കെയുള്ള ചിന്തകളും ചിന്താഗതികളും ഒക്കെ ആയിട്ട് നടക്കുന്ന ദൈവജനമാകാം ഭൂരിഭാഗമോ. എങ്കിലും അതിന്റെ നടുവിൽ പ്രത്യാശയോടുകൂടെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. പ്രശ്നങ്ങളില്ലാത്ത ആരും ഇവിടെയില്ല. ആരാധനയ്ക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചത് നയിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആമൻ. ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ ഒരു സഹോദരൻ വന്നില്ല എങ്കിൽ, ആമൻ സഹോദരി ഇന്ന് ആരാധനയ്ക്ക് കണ്ടില്ലല്ലോ, എന്തോ പറ്റി? ആമൻ. സുഖമില്ലേ?
വരാൻ പറ്റാഞ്ഞത് എന്താണെന്ന് ദൈവസ്നേഹത്തിൽ ചോദിക്കുമ്പോൾ അത് ആ വ്യക്തിക്ക് ഒരു ആശ്വാസമാണ്. അത് ആ വ്യക്തിക്ക് ഒരു സ്തോത്ര കുളിർമയാണ്. ആ ദൈവസ്നേഹത്തിൽ നിന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ സ്തോത്രം. പണ്ട് നമ്മുടെ സഭയിൽ വരാത്ത ആളെ ഒരു അപ്പച്ചൻ വിളിക്കും. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. അപ്പച്ചൻ വിളിച്ചിട്ട് ചോദിക്കും, കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കും. ഒരു ദേഷ്യം പോലെ ചോദിക്കുന്നത് സ്തോത്രം സ്നേഹത്തോടാണെങ്കിലും ആ ചോദ്യത്തിന്റെ ടൂണ് വേറെ ആയതുകൊണ്ട് ആ കേൾക്കുന്ന ആൾക്ക് വലിയ വിഷമമാണ്. അപ്പൊ എന്നോട് വന്ന് പറയും, പാസ്റ്ററെ കഴിഞ്ഞ ആഴ്ച ഞാൻ വരാഞ്ഞത് കൊണ്ട് ഇന്നാരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ വരാഞ്ഞ്, എന്താ പറ്റിയെന്നൊക്കെ. ചിലവരങ്ങനെ സ്നേഹത്തോടാട്ടോ അവര് ചോദിക്കുന്നത്. പക്ഷെ കേട്ട് കഴിയുമ്പോൾ നമ്മളെ തല്ലാൻ വരുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അത് നമ്മളങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. സ്തോത്രം. എന്നാ സഹോദര, അച്ഛാ എന്നോ പറ്റി? കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ. അമ്മമ്മ എന്താ പറ്റിയേ? കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ ആന്റി, എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ ചിലരോട് പിന്നെ അതും ചോദിക്കാൻ പറ്റത്തില്ല. എന്താ ഒരാഴ്ച ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല? ഞാൻ പറഞ്ഞു, സോറി, ചോദിച്ചതിൽ ഖേദിക്കുന്നു. ചോദിച്ചത് സാധാരണ വരുന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് കാണാഞ്ഞിട്ട് എന്ത് ചെയ്ത് വിളിച്ച് ചോദിച്ചത്. മേളിലോട്ടും പറ്റത്തില്ല. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. സ്തോത്രം. അപ്പൊ നോക്കി, ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇവിടെ പറയുകയാണ്, ആരാധനയ്ക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ച് നയിക്കേണ്ടത് നമ്മുടെ ഒരു ധർമ്മമാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരാധനയ്ക്ക് വരാൻ മടിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഉത്തേജനകരമാകുന്ന വാക്കുകൾ പറഞ്ഞുകൊടുത്ത് നമ്മൾ അവരെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാക്കി തീർക്കണം. സ്തോത്രം. നോക്കി, അടുത്തത് 6-ാമത്തെ വാക്യമാണ്. 6-ാമത്തെ വാക്യം സങ്കീർത്തനം 100. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നോക്കി, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. അടുത്തത്, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായി, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന് സ്വൈര്യമായിട്ടിരിക്കാൻ, ഇല്ലേ? സ്തോത്രം. ചിലർ ആരാധനയുടെ നടുവിൽ ചിലപ്പോ കൈയടിച്ചില്ലെന്ന് വരാം. അവര് സമാധാനത്തോടെ സ്വസ്ഥമായിട്ട് ആരാധന ഹൃദയവും മനസ്സുമൊക്കെ ദൈവസന്നിധാനത്തിൽ ലയിച്ച് ആ ആരാധനയിൽ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വിവിധ തരത്തിൽ ആരാധനയോട് നമുക്ക് പ്രതികരിക്കുവാൻ കഴിയും. സ്തോത്രം. പ്രതികരിക്കുന്നവരകത്ത് ജീവനുള്ളവരാണ്. സ്തോത്രം. ഒരു ഹല്ലേലൂയ ഇവിടെ എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു ഹല്ലേലൂയ പറയണമെങ്കിൽ നമ്മുടെ അകത്തൊരു ജീവൻ ഉണ്ടാകുവാനിടയായി തീരണം. നമ്മുടെ അകത്തെ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ജീവനില്ലാത്തതായി തീരുമ്പോൾ ഉറങ്ങിയൊരവസ്ഥയായിരിക്കും. എന്ന് പറഞ്ഞ ശവക്കല്ലറയിൽ ശവക്കോട്ടയിൽ ചെന്നൊരു അനുഭവമായിരിക്കും. അവിടെ എന്താണ്? ശാന്തമാണ്. അവിടെ ആരും ശല്യപ്പെടുത്താനില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഉപവാസ പ്രാർത്ഥനയിൽ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ആ ഭാഗം പറയുവാനിടയായി തീർന്നു. ഗദരദേശത്ത് ആ മനുഷ്യൻ വീട്ടിൽ പാർക്കുന്നില്ല. അവൻ പോയി പാർക്കുന്നത് എവിടെയാണ്? ശവക്കല്ലറയിലാണ്. അവനെ ആർക്കും ഒതുക്കുവാൻ കഴിയാതെ വീട്ടിൽ തടച്ചിട്ടാൽ അവൻ ചങ്ങലയും പൊട്ടിച്ച് അവൻ കണ്ടെത്തിയ ഒരിടം എവിടെയാണ്? ശവക്കല്ലറയിൽ ചെന്ന് അവൻ താമസിക്കുവാനിടയായി തീർന്നു. പക്ഷെ ആ ഗദരദേശത്ത് കർത്താവ് ചെന്നു അവനുള്ള ഭൂതത്തെ ശാസിച്ചു. അവൻ എന്ത് ചെയ്തു? സുബോധം ഉള്ളവനായി തീരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് സ്വൈര്യമായിരിക്കുവാൻ, സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അല്പസമയം സമാധാനത്തോടെ ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ ചില വിഷയങ്ങൾ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ തലമുറയുടെ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സമാധാനത്തെ എടുത്തു കളയുകയാണ്. പലപ്പോഴും ജീവിതത്തിന്റെ ഒത്തിരി ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നാം നടക്കുന്നത് കൊണ്ട്
നമുക്ക് പലപ്പോഴും ആ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. എന്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. അവൻ അതെന്നേക്കും നിലനിൽക്കുന്ന ഒരാഴമേറിയ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യെരൂശലേമിന്റെ സമാധാനത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. യെരൂശലേം ആമേൻ ആമേൻ അന്ന് മുതൽ ഇന്ന് വരെയും ആമേൻ അവർ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ ഇങ്ങനെയാണ് എന്റെ ഓർമ്മയിലേക്ക് ഓടി വന്നൊരു കാര്യം. യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ആമേൻ കൊണ്ടുപോകുകയും ആമേൻ അടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് യഹൂദന്മാരെന്ത് ചെയ്തു? ആമേൻ ആർത്ത് ആമേൻ അവര് ആരവ് മുഴക്കിയപ്പോൾ ആമേൻ പീലാത്തോസ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇത് നിങ്ങൾക്ക് ആമേൻ കണിയും കുടുക്കുമൊക്കെയായി മാറും. ഹല്ലേലൂയ. ആമേൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും ആ രക്തത്തിന്റെ ആമേൻ വില വന്നോട്ടെ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് ആർപ്പിടുവാനിടയായി തീർന്നു. എന്നാൽ സംഭവിച്ചത് എന്താണ്? അന്ന് മുതൽ ഇന്ന് വരെയും അവർക്ക് സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുദ്ധം നേരിട്ടിട്ടുള്ള ഒരു ജനതയാണ് ഇസ്രായേൽ ജനമെന്ന് പറയുന്നത്. ആമേൻ. പലസ്തീന്റെ ഇസ്രായേലിന്റെ മണ്ണിൽ ഇന്നും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. വർത്തമാന പത്രങ്ങളിലൂടെ എന്നും നാം നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളായി ആമേൻ ഇടയ്ക്കിടയ്ക്ക് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അവരുടെ വീടുകളിൽ അവർക്ക് സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. ആമേൻ. ബോംബിന്റെ ശബ്ദങ്ങൾ, പീരങ്കികളുടെ ശബ്ദങ്ങൾ കേട്ട് ഭയന്ന് വിറച്ച് ആമേൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആമേൻ ബങ്കറുകൾ ഉണ്ടാക്കി, തുരങ്കങ്ങൾ ഉണ്ടാക്കി, അതിലാണ് അവരെന്ത് ചെയ്യുന്നത്? ആമേൻ രക്ഷ നേടുന്നത്. ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ആമേൻ ഇവിടെ പറയുകയാണ്, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. ഇന്ന് പകൽക്കാലം അന്യോന്യം പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. ഒരു കുടുംബം ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അന്യോന്യം നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസത്തിനോ സമാധാനത്തിനോ കാരണമായി തീരുവാനിടയായി തീരും. ദൈവമക്കൾക്കാണ് മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ സ്വന്തം വിഷയം എന്നുള്ള നിലയിൽ അത് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആത്മഭാരം ദൈവമക്കൾക്കാണ് പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. നമ്മുടെ സഭയിലുള്ള ഒരു കുടുംബം ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ, ഒരു വ്യക്തി ഒരു ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ ആ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ ആ സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ ഏതെങ്കിലും ഒക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആമേൻ പ്രാർത്ഥനയിൽ നമ്മൾ അവരെ വഹിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, ചെറിയ ആത്മീയ കൂടിവരവുകളിൽ ആമേൻ മധ്യസ്ഥ അടച്ച ദൈവ സന്നിധാനത്തിൽ ഒരുവന് വേണ്ടി ആമേൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദീനക്കാരന് സൗഖ്യം ലഭിക്കുമെന്ന് തിരുവചനത്തിൽ വായിക്കുകയാണ്. അതിനൊറ്റ കണ്ടീഷനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ രണ്ടുപേർ ഐക്യമധ്യപ്പെട്ട് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള മറുപടി ദൈവം നൽകി തരും. അത് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ആമേൻ. മുതിർന്നവർ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന് പ്രായം വിഷയമല്ല. ആമേൻ. നമ്മുടെ ആരോഗ്യം വിഷയമല്ല. ആമേൻ. നാം ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. അന്യോന്യം ഭാരങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് നമ്മേവരെയും സഹായിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. തുടർന്നൊടുവിലത്തെ സമയം അല്പനിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം, ആമേൻ, ഒരു ദൈവിക സന്ദേശം ആമേൻ നമുക്ക് ചിന്തിക്കുവാൻ ആമേൻ സമയമുണ്ട്. ആകയാൽ നമുക്ക് ഈ വചനങ്ങളാൽ ആമേൻ ഈ സങ്കീർത്തനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വന്ന്